ചങ്ങനാശ്ശേരി ജയ കേരള ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ. സ്വാമി അയ്യപ്പൻ. നമസ്കാരം, ഏവർക്കും കേരള മലയാളിയിലേക്ക് സ്വാഗതം. ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ ഷീ കളക്ഷൻസ്, കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം. കോട്ടയം മറിയപ്പള്ളിയിൽ നിന്നാണ് ഇന്നത്തെ വാർത്ത. മറിയപ്പള്ളിയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന യാത്രക്കാർ അംഗീകൃത സ്റ്റോപ്പ് മറികടന്ന് കുരിശുംതൊട്ടിക്ക് സമീപം ബസ് കാത്തു നിൽക്കുന്നു. സ്വകാര്യ ബസ്സുകളും KSRTCയും ഇത് മുതലെടുക്കുന്നു. ഒരു റിപ്പോർട്ട്. ഇത് കോട്ടയം മറിയപ്പള്ളി ജംഗ്ഷനിൽ ചിങ്ങവനം പോലീസ് സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡ്. എന്നാൽ ഇത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഇതില് വന്നിട്ടേ ഇല്ല എന്ന നിലപാടിലാണ് ഇവിടുത്തെ യാത്രക്കാരും ബസ് ഡ്രൈവർമാരും. 100 മീറ്റർ മുന്നിലുള്ള യഥാർത്ഥ ബസ് സ്റ്റോപ്പിൽ നിൽക്കാതെ കുരിശുംതൊട്ടിക്ക് മുന്നിൽ നിൽക്കുന്ന യാത്രക്കാരെ കയറ്റുവാൻ ബസ്സുകൾ ഇവിടെ നിർത്തുന്നു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുപോലെ. ഇത്ര തിരക്കേറിയ ജംഗ്ഷനിൽ ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. നിരവധി ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിറഞ്ഞ ഈ പ്രദേശം ഇപ്പോൾ ഒരു അപകട മേഖലയായി മാറും എന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഈ മുട്ടം മറിയപ്പള്ളി റോഡിൽ നിന്ന് കയറി വരുന്ന ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും അവർ ഈ കുരിശുപള്ളിയുടെ ഈ സ്റ്റോപ്പിൽ നിൽക്കുകയും ബസ്സുകൾ വന്ന് ആൾക്കാരെ എടുക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിലെ PSC പരീക്ഷ നടന്നു കഴിയുമ്പോൾ ഈ ആൾക്കാരെല്ലാം മലയാളികൾ എന്ന് പറയുന്ന ആൾക്കാർ ബോർഡ് പോലും വായിച്ചു നോക്കാതെ അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഈ 3 സൈഡിൽ നിന്ന് MC റോഡ് അടക്കമുള്ള വണ്ടികൾ ഭയങ്കരമായിട്ട് ബ്ലോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. ഉടനെ ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചു DYSPക്ക് പരാതി കൊടുക്കാം എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ DYSPക്ക് പരാതി കൊടുക്കുകയും എന്നിട്ടും വീണ്ടും ഇവര് പല തർക്കങ്ങളും ബസ്സുകാരുമായിട്ട് ഞങ്ങൾ ബസ്സുകളൊക്കെ തടഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബസ് സ്റ്റോപ്പ് ആദ്യകാലങ്ങളിൽ ആ കുരിശുപള്ളിക്കും ഇപ്പം നിലവിൽ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ നടുഭാഗത്തായിരുന്നു. അതുകൊണ്ട് 2 സൈഡിൽ നിന്ന്, അതായത് മുട്ടത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും മറിയപ്പള്ളി അമ്പലത്തിന്റെ ആ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്കും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം റോഡ് പണി നടന്ന ശേഷം ഈ ബസ് സ്റ്റോപ്പ് നേരെ കുറച്ചുകൂടെ തെക്ക് ഭാഗത്തേക്ക് മാറിയതുകൊണ്ട് ഈ മുട്ടത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ ഒരു മടിയാണ് അവർ കാണിക്കുന്നത്. കാര്യം വെച്ചാൽ അവർ ആ കുരിശുപള്ളിയുടെ ഭാഗത്ത് നിൽക്കും, വണ്ടി വരും. കാര്യം നല്ല വെയിൽ സമയത്തും ആണെങ്കിൽ അവിടെ വരെ നടക്കുക എന്നുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കും അതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടുന്ന് ബസ് കയറുമ്പോൾ നമ്മൾ എപ്പോഴും ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന് തന്നെ വണ്ടി കയറുന്നത്. കാര്യം വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചിങ്ങാനം പോലീസിന് കൊടുത്ത് അങ്ങനെ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് കയറുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നേരെ ആ ബസ് സ്റ്റോപ്പിൽ പോയാണ് നമ്മൾ കയറുന്നത്. പല പ്രാവശ്യം നമ്മൾ വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ പോലും ഇവര് പറയുന്നത് പോലീസ് കർശന നിർദ്ദേശം കൊടുക്കുമ്പോഴും ബസ്സുകാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു സത്യം. കാര്യം അങ്ങനെ പല അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാര്യം വെച്ചാൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പായിട്ട് ഇവിടെ ഒരു ബസ് നിർത്തിയപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടത്തൊന്ന് കയറി ചെന്ന ഒരു വണ്ടി, എന്നാൽ ഇവർ ആ വണ്ടി ഒന്ന് കയറി ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ഒന്ന് കൈകൊണ്ട് സിഗ്നൽ കാണിക്കുക, അല്ല കയറി പോകാൻ നമ്മളത് കാണിക്കുകയോ ചെയ്യുന്നില്ല. ഈ ഡ്രൈവർമാർ യാതൊരു ശ്രദ്ധയില്ലാതെ എന്നിട്ട് അപ്പൊ ആ വണ്ടി അവിടെ കയറി ചെല്ലുകയും ഒരു ആംബുലൻസ് വന്ന് ഇടിച്ച് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ആ കാറ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്ന ആൾക്കാർ പോയി എന്ന് വരെ നമുക്ക് തോന്നുന്നു. അതുപോലെയാണ് കാറിന്റെ ടയർ വരെ തെറിച്ചു പോയൊരു സംഭവമാണ്. മുന്നറിയിപ്പ് അവഗണനക്കെതിരെ റെസിഡൻസ് അസോസിയേഷൻ, കോട്ടയം അഡീഷണൽ SP, ചങ്ങനാശ്ശേരി DYSP എന്നിവർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇതോടെ ഇന്നത്തെ കേരള മലയാളി വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം. ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറോറ ഷീ കളക്ഷൻസ്, കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം.